everyone, welcome back to our YouTube channel. Guys, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കാർണിവലിന്റെ ഭാഗത്ത് നിന്ന്. സോ ദിസ് ഇയർ കാർണിവൽ, നമ്മുടെ കൊച്ചിൻ കാർണിവൽ 1st of January ആയിരിക്കില്ല, 2nd of January 2025 ആയിരിക്കും. അവർ ആദ്യം പറഞ്ഞത് എല്ലാ പരിപാടികളും റദ്ദാക്കി എന്നാണ്. ഇപ്പൊ അവർ പറഞ്ഞ പരിപാടികളെല്ലാം വേറെ ദിവസത്തോട്ട് മാറ്റി വെച്ചു, എക്സെപ്റ്റ് പപ്പാനി കത്തിക്കല്. 31st പരേഡ് ഗ്രൗണ്ടിൽ പപ്പാനിനെ അവർ കത്തിക്കുന്നില്ല, പകരം പപ്പാനിനെ അവർ ഉണ്ടാക്കുന്നുണ്ട്. അവരതവിടെ പ്ലേസ് ചെയ്യും, പക്ഷെ അതിനെ കത്തിക്കില്ല. പിന്നെ DJയും മെഗാ ഷോസും അതൊക്കെ പ്ലാൻ ചെയ്ത പോലെ നടക്കും, പക്ഷെ ഡേറ്റ്സ് ചേഞ്ച് ആവും. അതായത് 2nd കൊച്ചിൻ കാർണിവൽ 2nd of January, അത് കഴിഞ്ഞ് 3rd, 4th, 5th അങ്ങനെ എല്ലാ ദിവസവും പരിപാടികൾ ഉണ്ടാവും. കാർണിവലിന് തുടങ്ങിയിട്ട് 5th വരെ ആയിരിക്കും എല്ലാ പരിപാടികളും. DJയും മെഗാ ഷോ ഒക്കെ പരേഡ് ഗ്രൗണ്ടിൽ ഉണ്ടാവും. ഞാൻ ഇന്നത്തെ ബ്ലോക്കിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, നല്ല ഒന്നാം തരം ബ്ലോക്കാണ്. ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, കാരണം എല്ലാ പരിപാടിയും മാറ്റി വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചില്ല ഇന്ന് ആൾക്കാർ വരുന്നു. ഇന്ന് പക്ഷെ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. നമ്മൾ പോയ എല്ലായിടത്തും ബ്ലോക്ക് ഉണ്ടായിരുന്നു, തോമ്പടി ഉണ്ടായിരുന്നു, വെളിയിലോട്ടൊന്നും നമ്മൾ പോയില്ല, കാരണം അത്രക്ക് ബ്ലോക്ക് ആയിരുന്നു. നമ്മൾ ആക്ച്വലി വണ്ടിക്ക് എയർ അടിക്കാൻ പോയതാ. നമ്മൾ ഫുൾ ചുറ്റി ഇടവഴിയൊക്കെ കയറിയിട്ടാണ് പോയത്. നല്ല തിരക്കുണ്ട്. പിന്നെ വഴി തിരിച്ചും വിടുന്നുണ്ട് പോലീസ്. വീടിന്റെ ഫ്രണ്ടിലത്തെ വഴി അവർ 1 way ആക്കി, വിച്ച് ഇസ് സോ ഡിഫിക്കൾട്ട് ഫോർ ആസ്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ന്യൂ ഇയറിനൊക്കെ എന്താ അവസ്ഥയെന്ന് കണ്ടറിയാം. എന്നാലും ഇപ്രാവശ്യം കൊച്ചിൻ കാർണിവൽ ഉണ്ടാവും, വിച്ച് ഇസ് ഗ്രേറ്റ്. കാരണം എല്ലാ കണ്ടസ്റ്റൻസും അതിലെ പാർട്ടിസിപ്പൻസും ഒക്കെ അവരൊക്കെ ഇപ്പോഴേ അവരുടെ ടാബ്ലോയുടെയും എല്ലാത്തിൻ്റെയും പരിപാടികളും അതിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അവർക്കും ആക്ച്വലി അത്രയും പൈസ ഫിനാൻഷ്യലി നോക്കണമെങ്കിൽ പൈസ അത്രയും പോണേയല്ലേ. എന്തായാലും ഐ എം സോ എക്സൈറ്റഡ് ദിസ് ഇയർ. അപ്പോൾ നമ്മുടെ 31st പപ്പാനിനെ കത്തിക്കുന്നത് വെളി ഗ്രൗണ്ടിലായിരിക്കും. ഗാലാഡി ഫുഡ് കൊച്ചിയിൽ അവിടെ പപ്പാനിനെ കത്തിക്കും. അത് കഴിഞ്ഞ് ന്യൂ ഇയറിൻ്റെ അന്ന് മിക്കവാറും പ്രോഗ്രാംസ് ഒന്നും കാണില്ല. ഇനിയിപ്പോൾ വാസ്കോഡ ഗാമയുടെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. 2nd January 2nd 2025 നമ്മുടെ കൊച്ചിൻ കാർണിവൽ. അത് പ്രോബബ്ലി എല്ലാ പ്രാവശ്യത്തെയും പോലും വെളി ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞാലിപ്പറമ്പ് ജംഗ്ഷൻ, നമ്മുടെ വീടിൻ്റെ ജംഗ്ഷൻ. സോ പ്രൗഡ്. എന്ത് ചെയ്യാനതൊക്കെ. താങ്ക് യു ഹണി. റോഹൻ എന്നെ കല്യാണം കഴിച്ചതോടെ എനിക്കൊരു ഫോർട്ട് കൊച്ചിക്കാരിയാവാൻ പറ്റും. ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് എ ലിറ്റിൽ ഫ്ലെക്സ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ January 2nd ജോലി ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ വല്ല ഹാഫ് ഡേ വല്ലതും എടുക്കേണ്ടി വരും. ഐ ട്രൈ മൈ ബെസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ ആരെ കൊണ്ടെങ്കിലും ഷൂട്ട് ചെയ്തെങ്കിലും എടുത്ത് നിങ്ങളെ കാണിക്കും. സോ ഡോണ്ട് വറി. കാരണം എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ. വരാത്തവർക്കും പുറത്തൊക്കെ ഉള്ളവരും ആക്ച്വലി എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം NRIs അവർക്കൊക്കെ, നമ്മുടെ ഇവിടെ നിന്ന് പോയവർക്കൊക്കെ ഈ വീഡിയോസ് കാണാം. ഇറ്റ്സ് നൈസ് റൈറ്റ്. ഡൽഹിയിൽ പോയി കുർബാനൊക്കെ കൊടുക്കാനിച്ചായിരുന്നു നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ ഇന്ന് ജസ്റ്റ് നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിയിട്ട് വന്നു. നിങ്ങൾ എന്തായാലും ആ വീഡിയോസൊക്കെ കണ്ടിട്ട് വരും. ബൈ. ഗായ്സ്, കുറച്ച് മുമ്പ് നമ്മൾ പാസ് ചെയ്തോളൂ നമ്മുടെ ഞാലിപ്പറമ്പ് ജംഗ്ഷനിൽ ബ്ലോക്ക് ഒക്കെ. ഗായ്സ്, പരേഡ് ഗ്രൗണ്ടിൽ ഈ സ്റ്റേജൊക്കെ ഇൻടാക്ട് അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും പ്രോഗ്രാംസ് നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്റ്റേജൊന്നും അവർ അയച്ചിട്ടില്ല. പരിപാടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ പറഞ്ഞ ഡേറ്റും പിന്നെ സ്കെഡ്യൂളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കൺഫേം ആവണം. പിന്നെ അതേ കുറേ ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ പപ്പാനിയുടെ പ്രോഗ്രസ് എന്തായെന്ന് നമുക്ക് നോക്കാം. പിന്നെ അവരിപ്പോൾ പറഞ്ഞേക്കുന്നത് 2nd കാർണിവൽ ഉണ്ടാവും, അതിനുശേഷം 3rd, 4th and 5th DJ ഉണ്ടാവും എന്നാണ്. January 2nd, 3rd and 4th and 5th അങ്ങനെയാണ് പറഞ്ഞേക്കണേ. പിന്നെ പപ്പാനിനെ ഉണ്ടാക്കും, പക്ഷെ അത് കത്തിക്കില്ലെന്നാണ്. ഒന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും കൺഫേം ആകുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും. ഗായ്സ്, സാന്റക്ലോസിന്റെ ഫേസ് ഒക്കെ ഉണ്ടാക്കി. ഇല്ല, ഫേസ് ഇന്നലെ മൊത്തമായിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ചേട്ടന്മാരെ ഒന്നും കാണാനില്ല. അപ്പൊ അവര് ഈ കംപ്ലീറ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല. ഗായ്സ്, ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പപ്പാനിയുടെ ഫേസ് സ്ട്രക്ചർ. ഗായ്സ്, ഇത് ഇന്നലെ ഞാൻ കണ്ടായിരുന്നല്ലേ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇനി പുതിയത് വെച്ചാണ്. നമ്മൾ ഷോപ്പ് ആൻഡ് സേവിൽ വന്നതാ. Look at this Monopoly. ഞങ്ങളെല്ലാ പുതിയ
പുതിയ ഗെയിംസ് ഇങ്ങനെ ഡിസ്കവർ ചെയ്യുന്നതിന് വീക്കെൻഡ് കളിക്കാൻ വേണ്ടി നമ്മൾ ചീട്ട് മേടിച്ചു. അങ്ങനെ അറിയാമായിരുന്നു. പക്ഷെ we started playing cards. I love cards. Monopoly is 500 rupees. Look at this. Uno spin. എന്താ ഇത് നമുക്ക് ഉറക്കിയിട്ട് ഇവിടെ കണ്ട ഓരോ ചാലഞ്ചസ് ഉണ്ട്. കൊള്ളാല്ലേ? പിന്നെ നമ്മുടെ ഹോട്ട് വീൽസിന്റെ ചോക്ലേറ്റ്സ് ഉണ്ട്. ഗൈസ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഹോട്ട് വീൽ കാറാണ്, ബട്ട് ഇറ്റ്സ് ചോക്ലേറ്റ്സ്. കൊള്ളാല്ലേ? ഗൈസ് ഞാൻ പതുക്കെ പറയണം, ബിക്കോസ് ഇവിടെ വന്നിട്ട് നെയ്ബേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് നോക്കി, ഇന്ത്യയുടെ കാസിനോ. ലൈക്ക് ഷോപ്പിംഗ് സീൻ ഇസ് സോ കൂൾ, റൈറ്റ്? നമുക്ക് എന്താ മേടിക്കണ്ടേ? ഇന്ന് 30 ഡിസംബർ 2024 ആൻഡ് ഇറ്റ്സ് 1:30 AM. ലുക്ക്, ഇസ് ദാറ്റ് മൈ മമ്മ? നോ, സോറി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് വർക്ക് ഉള്ളതുകൊണ്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയത്. സോ വി തോട്ട് എന്താണ് 30-ാം തീയതി ആയിട്ട് അതെ അംഗന്മാരൊക്കെ എപ്പോഴും മമ്മിയൊക്കെ ഈവനിങ് പോയപ്പോൾ പറഞ്ഞത് ഭയങ്കര തിരക്കായിരുന്നു ഇന്ന്. ഇപ്പോൾ 1:30 ഇതാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ബീച്ചിലൊക്കെ ഉണ്ടാകും തിരക്ക്. ഇവിടെ ഇപ്പോൾ തിരക്കൊന്നുമില്ല. ആൻഡ് ഇപ്പോൾ ആക്ച്വലി 31 ആയി ഗൈസ്. 1:30 ആയില്ലേ, 31 ആയി. ആൻഡ് ഇറ്റ് ഇസ് മൈ മോമാസ് ബർത്ത്ഡേ. സോ ഞാൻ മമ്മിനെയൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അവരിതുവരെ വെളിയിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അവർ വെളിയിൽ നിന്ന് വന്നിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ടൊരു കേക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു കം ഔട്ട് ആൻഡ് സീ. ഓ ലുക്ക് അറ്റ് ദം. പിള്ളേരൊക്കെ നടപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെറുക്കൻ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ചാടിയായിരുന്നു. എന്നിട്ട് ഹാപ്പി കള്ളു പിടിച്ചിട്ടുണ്ടല്ലേ? ആ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഐ തിങ്ക് മെജോറിറ്റി പീപ്പിൾ ആർ ജസ്റ്റ് ഡ്രങ്ക് അറ്റ് ദിസ് ടൈം. സീൻ പ്രിൻസസ് സ്ട്രീറ്റ് ദിസ് ലോൺലി. ഞങ്ങൾ ആക്ച്വലി 3 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചത്. കാരണം അപ്പോഴായിരിക്കും റോഹന്റെയും കൂടി കംപ്ലീറ്റ്ലി കഴിയണത്. ഇപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. വീടിൻ്റെ ഇപ്പുറത്തായതുകൊണ്ട് വേഗം വന്നിട്ട് ഇനി തിരിച്ചു പോകണം ജോലി എടുക്കാൻ. കിഡ്സ്, ഓ മൈ ഗോഡ്. ആ ഗൈസ് ഇത് നോക്കൂ, ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ സാന്റ ക്ലോസിന് എന്തെങ്കിലും ആയോ എന്ന് നോക്കാനായിരുന്നു. കാരണം ഇന്നാണ് 31-ാം തീയതി. ആക്ച്വലി ഇറ്റ്സ് മിഡ് നൈറ്റ്, ഏർലി മോർണിംഗ് എന്ന് പറയാം നമുക്ക്. അതുപോലെ കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം ആൾക്കാരൊന്നും ഇല്ല, വിച്ച് ഇസ് ഗ്രേറ്റ് അല്ലേ? നാളെ ഈ സമയത്ത് നിങ്ങൾ കണ്ടോ ഗൈസ്, നിറച്ച ആൾക്കാരായിരിക്കും. ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ ഹിയർ മീ. ദേ പപ്പാനിയുടെ പണി ഇതുവരെ തീർന്നില്ലേ? ഇവരപ്പോൾ എപ്പോഴാണ് വെക്കാൻ പോണെന്നാവും. അല്ല, പപ്പാനിനെ അവർ വെക്കും എന്ന് പറഞ്ഞായിരുന്നു ഡിസ്പ്ലേ ചെയ്ത്. ആ മുഖമൊക്കെ കൊണ്ട്. പനിക്ക് എന്തായാലും പ്രോഗ്രസ് ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ പരേഡ് ഗ്രൗണ്ടിലാണ്. ഇവിടുത്തെ പരിപാടികൾ എനിക്ക് തോന്നുന്നു 3rd, 4th and 5th ഇവിടെ മെഗാ ഷോയും. പപ്പാനി ഇല്ലല്ലേ? എനിക്ക് തോന്നുന്നു ബേസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ പയ്യെ ചെയ്യുള്ളൂ. നാളെ എന്തായാലും കത്തിക്കില്ലല്ലോ. കത്തിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു കളക്ടറിന്റെ ഒരു മീറ്റിംഗിൽ. അവർ പയ്യാണ് പണിയണേന്ന് തോന്നുന്നു. പിന്നെ DJ ഒക്കെ ഉണ്ടാവും. 3rd, 4th and 5th ജാനുവരി DJ മെഗാ ഷോ നടത്തും എന്നാണ് പറഞ്ഞത്. പിന്നെ കൊച്ചിൻ കാർണിവൽ 2nd ജാനുവരിയാണ്, 2-ാം തീയതി. സാധാരണ 1-ാം തീയതിയാണ്. ഇതിപ്പോൾ അവർ 2-ാം തീയതി ആക്കി. ബീച്ചിൻ്റെ ഒക്കെ സൈഡിൽ പിന്നെ ആൾക്കാരുണ്ടാവും കേട്ടോ, ആസ് എക്സ്പെക്റ്റഡ്. ആ ഇവിടെ തിരക്കുണ്ട്. ബീച്ച് ഇപ്പോഴും ഓണാട്ടോ, അങ്ങോട്ട് പോകണ്ട. എന്റെ ദൈവമേ എന്ത് തിരക്ക് ബീച്ചിൽ. 1:30 മണിയാന്ന് ആലോചിക്കണല്ലേ? Wow, that's great. വെളി സൈഡിലോട്ട് ഇപ്പോഴും തിരക്കുണ്ടെന്നാണ് കേട്ടോ തോന്നണേ. ഇവിടെ കുറേ I think they are sleeping there, poor people. അയ്യോടാ, ഇവിടെ അയ്യോടാ. ഇറ്റ്സ് നൈസ് റൈറ്റ്? അല്ലെങ്കിൽ ഇവർക്കൊന്നും കിടക്കാൻ സ്ഥലത്തേ പോലീസ് ഉണ്ടല്ലോ. ഇതേ പോലീസിന്റെ വണ്ടിയൊക്കെ ഉണ്ടല്ലേ, കണ്ടോ? ഐ തിങ്ക് ഇറ്റ്സ് ഫോർ ടുമോറോ, നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ്. നാളെ ആക്ച്വലി ഇന്ന് ഭയങ്കര തിരക്കായിരുന്നല്ലേ? പക്ഷെ ഇതും തിരക്ക് തന്നെ കേട്ടോ. ഞാൻ ഇതുപോലെ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. വെളിയിൽ ഇത്ര തിരക്കുണ്ടാവും ഞാൻ വിചാരിച്ചു.
ആക്ച്വലി ഈ സമയത്ത്. There are a lot of people. എനിക്ക് തോന്നുന്നു ദൂരത്തു നിന്നൊക്കെ വന്ന കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ദൂരത്തു നിന്നൊക്കെ വന്നവർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഓഫ്കോഴ്സ് ദിൽ ബി ഡ്രങ്ക് ആൻഡ് ഓൾ. അത് കാരണം അവരൊക്കെ റോട്ടിലൊക്കെ കിടക്കണമായിരുന്നു കുറേ പിള്ളേർ കഴിഞ്ഞ വർഷം. അല്ല ഈ സമയത്ത് ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഞാൻ ബസ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ബസ് ഒക്കെ 4 മണി വരെ ഉള്ളൂ വൈകുന്നേരം. പിന്നെ തിരിച്ചു പോകാൻ എന്തോ 50 ബസ്സിന് 12 മണിക്ക് രാത്രി പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയായിട്ട് വരേ വേണ്ടത് ഞാൻ പറയുള്ളൂ. കാരണം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. തിരക്ക്. കുറെ വേസ്റ്റും വന്നിട്ടുണ്ടല്ലോ ഇവിടെ ഇപ്പോ. ആൾക്കാരൊക്കെ വീട്ടിൽ പോണേയാന്ന് തോന്നുന്നു. ആണോ? യു ഷുവർ? എല്ലാ രജിസ്ട്രേഷനും വേറെയാ. ഐ എം ഡാം ഷുവർ ദീസ് പീപ്പിൾ ആർ ഫ്രം ഔട്ട്സൈഡ്. എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും തിരക്കുണ്ട്. കടകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അയ്യോ കൊള്ളാം. എന്തായാലും നൈറ്റ് ലൈഫായി ഫോർട്ട് കൊച്ചിക്ക്. അല്ലെങ്കിൽ രാത്രി ഫോർട്ട് കൊച്ചിയിൽ ഒന്നും ഉണ്ടാവില്ല ലിറ്ററലി. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കാർണിവൽ ഇവിടെ എന്തേ തോരണിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ ദേ ചേട്ടന്മാര് റോട്ടിൽ വരക്കണയാണോ? They just started it. തീരുമ്പോ നമുക്ക് വന്നു എനിക്ക് ഇതുപോലെ ഇറങ്ങണം എന്നിട്ട് പണി. വണ്ടിയില്ലേ 34 എങ്ങനെ പറയാ റോഡ് ബ്ലോക്ക് ചെയ്യും. എല്ലാം ഞങ്ങൾ എല്ലാരും കൂടെ എല്ലാ റോഡും എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ചെയ്യും. ഞങ്ങൾ വരക്കും. അയ്യോ എനിക്ക് അങ്ങനെയൊക്കെ പോകണം. ഇപ്പൊ അതൊന്നുമില്ല. അതൊന്നുമില്ല. കാര്യം പറയാമോ? പിള്ളേരൊക്കെ പോയില്ലേ UK-ലോട്ടൊക്കെ. എന്തെങ്കിലും പിള്ളേർക്കൊന്നും അങ്ങനത്തെ ഇൻട്രസ്റ്റ് എല്ലാ പിള്ളേർക്ക് ജോലിയുണ്ട്. പുതിയ എന്തേ റോട്ടിലെ പെയിന്റിങ്. ഓ ലുക്ക് അറ്റ് ദാറ്റ് സ്നോമാൻ. ബ്ലോക്ക് ചെയ്തേക്കണേ ആ പെയിന്റ് അടിക്കാൻ വേണ്ടി. കൊള്ളാല്ലേ? ആ ചേട്ടന്മാരൊക്കെ എല്ലാ വർഷവും ഉണ്ട്. അതൊക്കെ നൈസാ. ദേ ഹാവ് ദ ഹോളിഡേ സ്പിരിറ്റ്. എന്തേ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പെയിന്റ് അടിക്കാൻ വേണ്ടി. തുടങ്ങിയവരാ എന്തൊക്കെ എഴുതി റോയൽ അവരുടെ പേരാന്ന് തോന്നുന്നു. ഓ ദിസ് ഈസ് സോ നൈസ്. I think the older generation are more interested അല്ലേ? പണ്ട് ഞാൻ പറഞ്ഞില്ല ഫുൾ റോട്ടില് ഡ്രോയിങ്സ് ആയിരിക്കും. ഒരു സ്ഥലം പോലെ ഞങ്ങ സ്ഥലം പിടിക്കണം വന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് അത്ര ഫുള്ളായിരിക്കും. ഇത് കണ്ട ഒന്നുമില്ല. പക്ഷെ ഹാപ്പി അതെങ്കിലും കുറച്ച് വർഷം കൂടി കഴിയുമ്പോ ഇതുപോലും ഉണ്ടാവില്ല. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ റെഡിയാ വരക്കാൻ. എന്ത് വെച്ച് വരക്കും? ഒരു കടയൊക്കെ അടപ്പിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. വാ വീട്ടിലോട്ട് വാ. കഴിഞ്ഞ് കറക്കം പ്രോഗ്രസ് ഉണ്ടോ? ആ ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഓ വാട്ട് ഇസ് ദിസ്? ഹാപ്പി ബർത്ത്ഡേ. കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കൊള്ളാവോ? സെറ്റ് ബേബി നീറ്റെന്നാ പ്രേമിക്കിട്ടില്ലത്. കുഞ്ഞിങ്ങാക്കണേ. ഹാപ്പി ബർത്ത്ഡേ. കൊള്ളാമോ? ആഫ്റ്റർ ലോങ് ടൈം കേക്ക് ഹട്ടിന്ന് ഓർഡർ ചെയ്തത്. ബിക്കോസ് പോവാനൊന്നും പറ്റിയില്ല വർക്ക് ഉള്ളതുകൊണ്ട്. ഹാപ്പി ബർത്ത്ഡേ. മമ്മിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ഡേ ആണ് 31st, ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ. അപ്പോൾ ടുഡേ ഈസ്
31st December, guys. It's my mama's birthday and Fort Kochiയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ പപ്പാനി കത്തിക്കൽ. എവറിത്തിങ്സ് ഗോണ ബി ഗ്രേറ്റ്. ഇവിടെ റെസിഡൻസ് ചേട്ടന്മാർ ചെയ്യുന്ന അവിടെയായിരിക്കും കുഞ്ഞു പരിപാടി, അത് മതി. ദാറ്റ്സ് മോർ ദൻ എനഫ്. പിന്നെ പള്ളിയിൽ പോകണം, പള്ളിയിൽ പെരുന്നാളൊക്കെ, സോ പള്ളിയിൽ പോകും. ആൻഡ് ഞാൻ അച്ഛനോട് എന്തായാലും വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ വീഡിയോ എടുക്കും. പക്ഷെ നമ്മുടെ പപ്പാനി കത്തിക്കൽ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട് അവിടെ ആയിരിക്കും. ബസ് സർവീസ് വൈകുന്നേരം 4 മണി വരെ ഉണ്ടാവുള്ളൂ ഫോർട്ട് കൊച്ചിയിലോട്ട്. നിങ്ങൾ ബസ്സിനെ വന്നെങ്കിൽ നിങ്ങൾ നേരത്തെ വരാൻ നോക്കുക. പിന്നെ ബസ് തിരിച്ച് ഒരു 50 ബസ് എന്തോ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് 12 മണിക്ക് ശേഷം ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ റോറോ ഞാൻ പറഞ്ഞല്ലോ, റോറോ 4 മണി വരെ വെഹിക്കിൾസ് അലോ ചെയ്യും, 7 മണി വരെ ആൾക്കാരെ അലോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ 12 മണിക്ക് ആൾക്കാരെ മാത്രം തിരിച്ചു വിടും. മെട്രോ സർവീസ് 2 മണി വരെ ഉണ്ടെന്ന് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയിൽ മെട്രോ ഇല്ല. നിങ്ങൾ എറണാകുളത്ത് പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മെട്രോ പിടിച്ച് പിന്നെ വേറെ സ്ഥലങ്ങളിലോട്ട് പോവാം. വെഹിക്കിൾസ് ഒന്നും ഫോർട്ട് കൊച്ചിയിലോട്ട് കടത്തിവിടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ബസ്സിനൊക്കെ വരുന്നതായിരിക്കും ബെറ്റർ. ഇൻ കേസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും പിന്നെ അത് തിരിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പാടായിരിക്കും. ഇപ്പോൾ വെളിയിൽ പപ്പാനി കത്തിക്കണോണ്ട് അതിൻ്റെ അടുത്തൊന്നും എന്തായാലും വെഹിക്കിൾസ് ഒന്നും കടത്തിവിടാൻ സമ്മതിക്കില്ല. ഇതൊക്കെയാണ് നമ്മുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ. ഫോർട്ട് കൊച്ചി ഈസ് ലിറ്ററലി റെഡി ഫോർ ന്യൂ ഇയർ. ഈ പ്രാവശ്യം നല്ല ഒന്നാന്തരം തിരക്കായിരിക്കും, കാരണം ക്രിസ്മസിന് നമ്മൾ കണ്ടല്ലോ തിരക്ക്, അതിന് ഡബിൾ ആയിരിക്കും എന്തായാലും ന്യൂ ഇയറിന്. ഐ ഫെൽറ്റ് ഗുഡ് ഗോയിങ് ഔട്ട്. ഇന്ന് ഞാൻ പുറത്തില്ലായിരുന്നു, ഞാൻ റിഗ്രറ്റ് ചെയ്തത്, കാരണം അവരവിടെ റോഡിലൊക്കെ പെയിൻറ്റ് ചെയ്യണോണ്ട് ഐ വാസ് ലൈക്ക് സോ ഹാപ്പി. 2024 ലാസ്റ്റ് വീഡിയോ ആൻഡ് I'm so happy with this journey, like how it's been. I'm so grateful for every one of you supporting me since day one. ആദ്യം തൊട്ട് എൻ്റെ ഇപ്പോൾ വരെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പുതിയ പേര് എൻ്റെ വീഡിയോസ് കണ്ട് വരും. നിങ്ങൾക്കൊക്കെ 1000 നന്ദി. താങ്ക് യു സോ മച്ച് ഗൈസ്. യു ഗൈസ് മീൻ എ ലോട്ട് ടു മീ. കാരണം എനിക്ക് പിന്നെയും വീഡിയോസ് ഇടാകും തോന്നുന്നതും പറ്റുന്നതും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. ആൻഡ് ഐ വിൽ നെവർ ഫർഗെറ്റ് ദാറ്റ്. സോ ഐ വിഷ് a very very happy new year to all of you people. welcome 2025 ഒരു നല്ല വർഷമാവട്ടെ. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കട്ടെ. ആൻഡ് ദിസ് പാർട്ട് ഐ എം ഗോണ വിഷ് മൈ മമ്മ എ ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. മീൻ എ ലോട്ട് ടു മീ മമ്മ. ഐ ലവ് യു സോ 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 മച്ച്. എൻ്റെ മമ്മി ചില സമയത്ത് എനിക്കൊരു ബേബിനെ പോലെയാണ്. എനിക്കെൻ്റെ മമ്മിനെ പാമ്പർ ചെയ്യാനും പുന്നരിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗ്രോയിങ് അപ്പ് എനിക്ക് സിബ്ലിങ്സ് ഒന്നും ഇല്ല, ഞാൻ ഒറ്റമുള്ള. സോ മമ്മിയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ മമ്മി എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കണേ. മമ്മീനായിട്ട് ക്ലോസ് ആവുന്ന എല്ലാവരും ലവ്സ് ഹർ എ ലോട്ട്. ആൻഡ് ഐ എം സോ പ്രൗഡ് ദാറ്റ് യു ആർ മൈ മോം, ജസ്റ്റ് ലൈക്ക് മൈ ഡാഡ്. ബോത്ത് ഓഫ് യു ഗൈസ് ആർ ഗ്രേറ്റ്. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മൈ മോം ഗോട്ട് സിക്ക്. സോ like while growing up my dad was already sick. അച്ഛന് വയ്യായിരുന്നു, മമ്മിക്കും കൂടെ വയ്യാതായപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി. ലൈക്ക് എൻ്റെ ലൈഫ് ഷാറ്റേർഡ് ആയിപ്പോയി. ലൈക്ക് ബോത്ത് ഓഫ് മൈ പാരൻസ് വേർ സിക്ക്. പക്ഷെ അവരെന്നെ ഒരു വിഷമം അറിയിപ്പിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. മൈ മമ്മ വാസ് ലൈക്ക് സോ സ്ട്രോങ്. സ്വന്തമായിട്ട് വയ്യാഞ്ഞിട്ട് വരും എൻ്റെ അച്ഛനെ പൊന്നു പോലെയാണ് മമ്മി നോക്കിയത്. എന്നെയും ഒരു വിഷമം അറിയിപ്പിക്കാതെ. ഷി വാസ് സച്ച് എ സ്ട്രോങ് വുമൺ, യു നോ. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇമോഷണൽ ഓഫ് കോഴ്സ് ബിക്കോസ് മൈ മമ്മ ഹാസ് സച്ച് എ സ്വീറ്റ് സ്മൈൽ. ആൻഡ് എനിക്ക് എപ്പോഴും നിങ്ങൾ രണ്ടുപേരും സന്തോഷിച്ചിരിക്കുന്നത് കാണാൻ ഇഷ്ടം. പക്ഷെ ഐ ക്യാൻ സേ ദാറ്റ് യു ഗൈസ് ആർ വെരി ഇൻസ്പിറേഷണൽ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നിങ്ങൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഇത്രയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടായിട്ടും ഇപ്പോഴും ദേ ആർ സോ ഹാപ്പി, യു നോ. ഒന്നുമില്ലെങ്കിൽ അവർക്ക് സന്തോഷമുണ്ടാവും. ആൻഡ് അവരെ കണ്ട അവരെ പോലെ ആവണം എന്ന് എൻ്റെ ആഗ്രഹം. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, നോ മാറ്റർ വാട്ട് ലൈഫ് ത്രോസ് അറ്റ് യു, ജസ്റ്റ് ബി ഹാപ്പി എന്നൊക്കെ. ദിസ് ഇസ് ഓൾസോ എ ന്യൂ ഇയർ മെസ്സേജ് ടു ഓൾ ഓഫ് യു. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ആരും ജീവിതം പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ, പല കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അസുഖമായിരിക്കും, ചിലപ്പോൾ പൈസ ആയിരിക്കും പ്രശ്നം. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടും സമാധാനം ഉണ്ടാവണമെന്നില്ല. സോ നമുക്കുള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കാം. I'm saying so many stupid things. I'm so sorry guys. So
നിങ്ങൾക്ക് ഈ പാട്ട് ബോറടിച്ചെങ്കിൽ പ്ലീസ് സ്കിപ്പ്. ഓക്കെ, സോ ബാക്ക് ടു അവർ ന്യൂ ഇയർ. നമ്മുടെ ന്യൂ ഇയറിൻ്റെ വീഡിയോ ഇടാം, പിന്നെ കൊച്ചിൻ കാർണിവൽ ഇടാം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രാംസ് അതൊക്കെ ഞാൻ കവർ ചെയ്യാം. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഗോട്ട് ദി ഐഡിയ ഓഫ് എവറിത്തിങ്. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരും ഫോർ ഷുവർ, ബിക്കോസ് ഞാൻ നിങ്ങളുടെ എല്ലാവരും കമൻറ്റ് നോക്കാറുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡു കമൻറ്റ്. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ബൈ ബൈ.